വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്ലെയിമർ വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡ്രീം കേക്ക് മേക്കിംഗ് വീഡിയോ. അപ്പോൾ അത് കണ്ടിട്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമന്റ് ബോക്സിലല്ല, എനിക്ക് പേഴ്സണൽ മെസ്സേജ് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴാണോ നിന്റെ നാട്ടിലൊക്കെ ഈ ഡ്രീം കേക്ക് ഇറങ്ങിയത്, ഇപ്പോഴാണോ നീ ഡ്രീം കേക്കൊക്കെ കാണുന്നത്, ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഡ്രീം കേക്കോ, ഇതൊക്കെ കുറെ മുന്നേ ട്രെൻഡിങ് ആയതാണല്ലോ എന്നൊക്കെ കുറെ പേരും ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ളൊരു മറുപടിയും പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ സ്കിപ്പ് ചെയ്ത് പോകുന്നവരുണ്ടാവും, ഏതൊക്കെ കുറെ മുന്നേ കണ്ടതാന്നുള്ള രീതിയിൽ അവർക്കും കൂടിയുള്ള ഒരു മറുപടിയാണ് ഇത്. ഞാൻ ഒരു കൊല്ലം മുൻപേ എടുത്തു വെച്ച വീഡിയോ ആണ്. അതായത് ഞാൻ ഡെലിവറി കഴിഞ്ഞ ഉടനെ. ഇപ്പോഴത്തെ എൻ്റെ കോലം കണ്ടറിയാം, ഞാൻ നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ട്, എൻ്റെ കവളൊക്കെ നല്ല ഒട്ടി മെലിഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ കുറച്ച് തടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എടുത്തു വെച്ച വീഡിയോ ആണ് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തത്. ഐ എം മടിച്ചി യാ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും എല്ലാവരും ആ വീഡിയോ ഒന്നും കൂടി പോയി കാണുക. ഇത് ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നിമേഷേട്ടനെ നമ്മൾ സർപ്രൈസ് ചെയ്യാൻ പോയിരുന്നു അന്ന്. ആ വീഡിയോ ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്, സെക്കൻഡ് പാർട്ട്, നിമേഷേട്ടനെ സർപ്രൈസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനില അമ്മൂസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മൾ ഡ്രീം കേക്ക് നിമേഷേട്ടനെ കൊടുത്ത് പറ്റിക്കുകയാണ്. ഡ്രീം കേക്ക് പ്രാങ്ക് എന്ന് പറയാം വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് കാണാം കേട്ടോ, എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരിക. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഐഡിയ കിട്ടും, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മൾ നിമേഷന് വേണ്ടി ഇപ്പൊ വെയിറ്റിംഗ് ആണ്, നിമേഷന് ഓൺ ദ വേ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പറ്റിക്കുന്നതെന്ന് വെച്ചാല്, നമുക്കൊരു ബേക്കർ ഒരു കേക്ക് തരാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് നിമേഷനോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിമേഷനോട് ഞാൻ ഫോൺ വിളിച്ചു പറഞ്ഞു, നിമേഷൻ ആ ബേക്കർ കൊണ്ടുവന്ന കേക്ക് എത്തിയിട്ടുണ്ട്, നമുക്ക് വീഡിയോ ചെയ്യണ്ടേ, അത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് വീഡിയോ ചെയ്യണ്ടേ, അപ്പോൾ ഒന്ന് ഇന്ന് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്നുണ്ട് പറഞ്ഞ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വന്ന് കഴിഞ്ഞ് നിമേഷൻ്റെ പറ്റിപ്പായിട്ട് ആ കേക്ക് കൊടുക്കുക. അപ്പോൾ ആ കേക്കിൻ്റെ ബോക്സിൽ നമ്മൾ ബേക്കറിൻ്റെ ഇതുണ്ടായിരുന്നു, എംബ്ലം, അത് ഞാൻ എടുത്ത് കളഞ്ഞപ്പോൾ ഒരു വൈറ്റ് കളർ ഉണ്ട്. അപ്പോൾ ഹോം ബേക്കർ തന്നതായതുകൊണ്ട് അതിലൊരു സംശയം ഉണ്ടാകില്ല എന്നായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും നമുക്ക് ശ്രമിച്ച് നോക്കാം. ഗായ്സ്, നിമേഷേട്ടൻ വന്നിരിക്കും. അപ്പോൾ ദേവിൻ്റെ അടുത്ത് ഫോൺ കൊടുക്കണം, ബാക്കി ദേവ് നോക്കും. ഓക്കെ, ബൈ. കുറച്ച് പതുക്കെ പോവാം. എന്താ മാം മോന്റെ കെറ്റ്സ് അമ്പലത്തിൽ പോയത്? എന്താ ഞങ്ങളെ വ്യൂവേഴ്സിന് വിലയില്ലാത്ത പോലൊക്കെ? ആരും കുളിക്കാത്തവേ? അമ്മ വരി, ലൈറ്റ് ഇടൂ. അച്ഛൻ ആണ്ടിന് ഒരിക്കലും വരും. 3 ദിവസമായിട്ട് അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇന്നലെ വന്നിക്കണോ? അതന്നെ നിന്നിട്ടില്ലല്ലോ കുട്ടീൻ്റെ അടുത്ത്. ഞങ്ങളെ വ്യൂവേഴ്സിനോട് കംപ്ലൈന്റ് പറഞ്ഞിരിക്കണേ നിമേഷേട്ടാ. നിമേഷേട്ടാ നമുക്ക് കേക്ക് കഴിക്കണ്ടേ? നോക്കി കുളിക്കാത്തത് നമ്മളുടെ ഒരു പ്രശ്നമല്ല നിമേഷേട്ടാ, അത് ഓരോരുത്തരുടെ വ്യക്തി താല്പര്യമല്ലേ. വെരിക്ക് മുട്ടിയിട്ട് വയ്യ, ചിരിച്ചിട്ട് വയ്യ. നിമേഷേട്ടാ എല്ലാരും കൂടി വട്ടത്തിലിരിക്കല്ലേ, നിമേഷേട്ടാ ഇവിടെ അല്ലേ പോയത്? കുറ്റിപ്പുറത്താത് ശിവന്റെ അടുത്ത് പോയാ? അമ്മ 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 നിങ്ങൾ വെയിറ്റിംഗ് ആണോ ഡ്രീം കേക്ക് കഴിക്കാൻ? ആണോ 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 അമ്മ ചേച്ചി ഈ വെയിറ്റിംഗ് അല്ലേ ഡ്രീം കേക്ക് കഴിക്കാൻ? നിമേഷേട്ടാ നിങ്ങൾ വെയിറ്റിംഗ് ആണോ ഡ്രീം കേക്ക് കഴിക്കാൻ? ആണോ? എന്റെ മൂടാന്ന് പറ്റില്ല. ഞാൻ അതുക്കും മേലെ വെയിറ്റിംഗ് ആണ്.
അയ്യോ ഓ ഉണ്ണി കണ്ണ് തുറക്കോ നീ എന്റെ ഹലോ ഹലോ BP അനില അമ്മോ ഇത് എന്റെ വ്ലോഗാണ്. യു കണ്ടിന്യൂ. ഇന്ന് രാവിലെ കൊടന്നച്ചതാണ് ദേവുട്ടി കൊതി ഉറി ഉറി അത് ആ പായസം. നിമേഷേട്ടാ വരി, നിമേഷേട്ടാ വരി. അമ്മു ചേച്ചി എടുക്കേ, അമ്മു ചേച്ചിയെ ഞങ്ങൾ 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 നിങ്ങൾ ടേസ്റ്റ് ചെയ്യും. ബിൽഡപ്പ് കൊടുക്കണ്ടേ നിമേഷേട്ടാ? സൂമൊക്കെ ചെയ്യണത് എനിക്ക് ഇത്രക്ക് മതി. ഡ്രീം കേക്ക് നിമേഷേട്ടാ, നിമേഷേട്ടാ. നിങ്ങള് കൊട്ടുന്ന ശബ്ദം നോക്കട്ടെ. നിക്ക് നിക്ക് സൂം ചെയ്യട്ടെ. ആ ജാസ്മർ വീഡിയോ എടുക്കണേ. ശബ്ദമുണ്ട് ഗായ്സ്, ശബ്ദമുണ്ട്. മതി, ഞാൻ പൊട്ടിച്ചാ മതി. വെളിച്ചം ഇനി പൊട്ടിക്കുമ്പോ ശബ്ദം ഉണ്ടാവരുത് കേട്ടോ. വെളിച്ചൊക്കെ ഉണ്ടോ? റെഡി. താഴേക്ക് ഇരിക്കേ. സൂപ്പറാണ്. ഇങ്ങനെയാണ് ശബ്ദം ഉണ്ടാവുക. അതല്ല, ഈ കേക്കാണോ നിങ്ങക്ക്? ഒന്നും പറയാ. ഞാൻ ഒരു കേക്ക് ആദ്യം കഴിച്ചു, അതിനേക്കാളും നന്നായിട്ടുണ്ട് കേട്ടത് ഇല്ലേ? അടില്ല, ഞാന് ഇതുവരെ ക്യാമറ ഓണാക്കിയിട്ടില്ല. ഞാൻ കഴിച്ചിട്ട് പറയാം. ഞങ്ങൾ ആദ്യം ഒരു കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിനേക്കാളും നന്നായിട്ടുള്ളത് ഇല്ലേ? അഭിനയിക്കരുത്. ഇവിടെ ഓരോരുത്തരും അപ്പൊ നിമേഷേട്ടന് പറഞ്ഞാൽ ഇഷ്ടമായിട്ടില്ല അല്ലേ? അങ്ങനൊന്നും പറയലടി, അതൊന്നും കുഴപ്പമില്ല. സത്യസന്ധമായിട്ട് പറയും. ഞങ്ങൾ സത്യസന്ധമായിട്ട് പറയുന്നത്. നിമേഷേട്ടാ ഇനിയാണോ? ദേവിന് ഞാൻ തെറ്റെങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തരാം. ആയിക്കോട്ടെ. എന്റെ സ്പൂൺ അവിടെ. ദേവ് അടിപൊളിയുണ്ട്, ഞാൻ അങ്ങനെ പറയട്ടെ. ദേവ് അടിപൊളിയായിട്ട് കഴിച്ചു വെക്കുന്നൊക്കെ പറഞ്ഞു. എങ്ങനെയുണ്ട് നിമേഷേട്ടാ? എങ്ങനെയുണ്ട് നിമേഷേട്ടാ? സൂപ്പറായിട്ടടി, നീ കഴിച്ചു വെക്ക്. നീ എങ്ങനെയുണ്ട് നിമേഷേട്ടാ? സൂപ്പറായിട്ടടി, നീ കഴിച്ചു വെക്കുന്ന. നല്ല രസമൊക്കെ എഡിറ്റ് നല്ല പോലുള്ള സാധനം ഇട്ടാഞ്ഞിട്ടാ. ദേവ് മോശാണ്. എന്നിട്ട് ഞങ്ങള് ബിഹൈൻഡ് സീൻ എന്നൊക്കെ വന്നു. എന്താ വേണമെങ്കിൽ ഒന്നുകൂടി തരാം. ഇത് കുറച്ചേരം പുറത്ത് വെക്കണം അല്ലേ? ഇതെല്ലാം കട്ട് ചെയ്യില്ലേ? ഹലോ, സ്മൂത്തില്ലാത്ത പോലെ. അടിത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ല? എനിക്ക് പക്ഷെ നമുക്ക് ഓവൺ ചെയ്യാത്തോണ്ടാണ് കേക്കിന്റെ ഇതല്ല, ഓറിയോ ബിസ്ക്കറ്റ് ഇല്ലേ?
അതാണ് ഈ അടിയിലത്തെ സാധനം കേക്ക് അതെല്ലാം കുഴപ്പമൊന്നുമില്ല, സാധനം രസം കിട്ടും. മറ്റേ ഇതാണ് റെസിപ്പി സത്യം പറയണം. അതെന്താ അത് കുറച്ച് സ്മൂത്ത് ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞത്. ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കണം എന്ന് എല്ലാവരും പറയുന്നു. അതല്ല, നമ്മൾ കേക്ക് മേക്ക് ചെയ്യുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്മൂത്ത് കിട്ടും. അതിന്റെ മറ്റേ ഇതിലൊക്കെ വെച്ച് കഴിയുമ്പോ ഇത് ഓവണിലൊക്കെ വെക്കുമ്പോ നമ്മൾ മറ്റേ വെക്കുമ്പോ ആ സ്മൂത്ത്നെസ് കിട്ടൂല. അതിന്റെ പ്രശ്നമുണ്ട്, ബാക്കിയൊക്കെ ഓക്കെയാണ്. ഓവൻ ഞാൻ തണുപ്പ് പോകുമ്പോ രസമുണ്ട്. എനിക്ക് ആ മറ്റേ ബ്ലാക്ക് ഉണ്ടല്ലോ, ബ്ലാക്ക് ആ കേക്കിന്റെ ആ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് പോലെ സാധനം ഉണ്ടല്ലോ, അത് പിന്നെ ബേക്കറിന്റെ ഇത് സാധനമാണ്. അതിന് സ്മൂത്ത് കുറവ് പോലെ തോന്നും. ബാക്കിയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ക്രീമും മുകൾക്കൊന്നും രസമൊക്കെ ഉണ്ട്. എനിക്ക് ആ കേക്കിന്റെ മാത്രം ഇഷ്യൂ, പക്ഷെ ആ കേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് ഓവന്റെ സെറ്റപ്പ് ഉണ്ടെങ്കിൽ പൊളിക്കും. നിങ്ങൾ വാങ്ങി കൊടുക്കി നോക്കൂ ഓവൻ. ഞാൻ അപ്പോ പറഞ്ഞല്ലേ. ഹലോ, അന്നത്തെ നീലു, ഇത് ഇന്നത്തെ നീലു. ടാറ്റാ. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ നിമേഷേട്ടനോട് പറഞ്ഞിരുന്നു എനിക്കൊരു ബേക്കർ ഡ്രീം കേക്ക് റിവ്യൂ ചെയ്യുമോയെന്ന് ചോദിച്ചിട്ട് ഡ്രീം കേക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കൊരു റിവ്യൂ ചെയ്യുന്ന വീഡിയോ ചെയ്യണം. അപ്പം നിങ്ങൾ വന്നിട്ട് ഞങ്ങൾക്കത് പൊട്ടിക്കാൻ പറ്റുള്ളൂ, അപ്പം നിങ്ങൾ വേഗം വരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ നിമേഷേട്ടനെ വിളിച്ചിരുത്തിയത്. അപ്പം നിമേഷേട്ടൻ ഞാനത് പറഞ്ഞപ്പോൾ വിശ്വസിക്കുകയും ചെയ്തു. ഭാര്യനെ വിശ്വാസമുള്ളത് കൊണ്ട് എനിക്കങ്ങനെ കിട്ടുന്നില്ലല്ലോ, ഞാൻ അത്ര വലിയ ഫോളോവേഴ്സും ഒന്നുള്ള ആളെന്നല്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞ്, അപ്പം നിമേഷേട്ടൻ വന്നു, കഴിച്ചു. ആദ്യം കഴിച്ചപ്പോൾ പറഞ്ഞു രസമുണ്ട് ഒക്കെ, വലിയ കാര്യത്തിൽ റിവ്യൂ അറിയില്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാമറ കുറേ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്തിട്ടല്ലേ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ, ഇനിയിപ്പോൾ റിവ്യൂ അറിയുകയാണെങ്കിൽ പോലും. അപ്പം നിമേഷേട്ടൻ അതിൻ്റെ ഇതിൽ പറഞ്ഞതാണ് അടിയത്തെ കേക്ക് കുറച്ച് കട്ടിയായി എന്നുള്ള രീതിയിൽ. അപ്പോൾ മറ്റേത് കുറച്ചുകൂടി സോഫ്റ്റ് ചെയ്യുന്നത് കുറച്ച് കട്ടിയുണ്ട് അടിയത്തെ കേക്ക് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാനാണ് ഉണ്ടാക്കിയത് പറഞ്ഞപ്പോൾ നിമേഷേട്ടൻ നെട്ടി. കാരണം ഓവൻ ഇല്ല, ഒന്നുമില്ലാതെ നന്നായിട്ടുണ്ട്, ബാക്കിയെല്ലാം നല്ലതാണ്, പക്ഷെ ആ അടിയത്തെ കേക്ക് മാത്രം കുറച്ച് കട്ടി. അതാണ് നിമേഷേട്ടൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ നിമേഷേട്ടന് നെട്ടിപ്പോയി. ഞാൻ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു. അപ്പോൾ നിമേഷേട്ടൻ പറഞ്ഞു നന്നായിട്ടുണ്ട്, ഈ ഉണ്ടാക്കിയതാണെങ്കിൽ നന്നായിട്ടുണ്ട്, കാരണം വീട്ടിലുണ്ടാക്കിയതാണ്, കുറേ പരിമിതികളുണ്ട്, അതൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ്, അപ്പോൾ നന്നായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. എന്തായാലും നിമേഷേട്ടൻ സർപ്രൈസായി, ഞാനാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ സർപ്രൈസ് ലൈക്ക് അത് മതി, അത്രയും നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 2 വീഡിയോ ആണ്. ഈ വീഡിയോ അതായത് നമ്മൾ ഈ ബേക്ക് ചെയ്യുന്ന നിമേഷൻ്റെ റിവ്യൂ പറയുന്ന ആ വീഡിയോ ഞാൻ 1 വർഷം മുമ്പ് എടുത്ത വീഡിയോ ആണ്. ഓക്കെ, ഇത് ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.